ഒരിക്കലൊരു വേടൻ്റെ വലയിൽ ഒരു കുഞ്ഞു പക്ഷി കുടുങ്ങി. എൻ്റെ ഈ കുഞ്ഞു ശരീരം കൊണ്ട് നിന്റെ വിശപ്പ് മാറാൻ പോകുന്നില്ല. എന്നെ ഇപ്പോൾ പോകാൻ അനുവദിച്ചാൽ ഞാൻ നിനക്ക് 3 ഉപദേശങ്ങൾ നൽകാം. അവ എന്നും നിനക്ക് പ്രയോജനപ്പെടും. പക്ഷി വേടനോടായി പറഞ്ഞു. ശരി ശരി, വേടൻ സമ്മതിച്ചു. ആദ്യത്തെ ഉപദേശം നിന്റെ കയ്യിലിരുന്നും, രണ്ടാമത്തെ ഉപദേശം മരച്ചില്ലയിലിരുന്നും, മൂന്നാമത്തേത് നിന്റെ കുടിലിൻ്റെ മുകളിലിരുന്നും ഞാൻ നൽകാം. വീണ്ടും പക്ഷി പറഞ്ഞു. വേടൻ പക്ഷിയെ വലയിൽ നിന്ന് മോചിപ്പിച്ചു. പക്ഷി വേടൻ്റെ കയ്യിലേക്ക് ചാടി കയറി. ആര് പറഞ്ഞാലും അത് അസംബന്ധമാണെങ്കിൽ തള്ളിക്കളയണം. വേടൻ്റെ കയ്യിലിരുന്നു കൊണ്ട് പക്ഷി പറഞ്ഞു. രണ്ടാമത്തെ ഉപദേശം നൽകാനായി പക്ഷി മരക്കൊമ്പിലേക്ക് പറന്നു. കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചോർത്ത് ഒരിക്കലും ദുഃഖിക്കരുത്, പക്ഷി മരക്കൊമ്പിലിരുന്നു കൊണ്ട് പറഞ്ഞു. പക്ഷി അവിടെ നിന്നും പറന്ന് വേടൻ്റെ കുടിലിൻ്റെ മുകളിൽ പോയി ഇരുന്നു. അവിടെ ഇരുന്ന പക്ഷി വേടനോടായി പറഞ്ഞു. എൻ്റെ ശരീരം ചെറുതാണ്, എന്നാൽ അതിൻ്റെ ഉള്ളിൽ വിലപിടിച്ച മുത്തുകളുണ്ട്. മണ്ടനായ നീ അതൊക്കെ നഷ്ടപ്പെടുത്തി. അത് കേട്ട് സങ്കടം തോന്നിയ വേടൻ കരയാൻ തുടങ്ങി. ഞാൻ നൽകിയ ആദ്യ 2 ഉപദേശങ്ങളും നീ മറന്നു. ആര് പറഞ്ഞാലും അസംബന്ധം വിശ്വസിക്കരുത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? രണ്ടാമത് കഴിഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുതെന്നും പറഞ്ഞു. എൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് മുത്തുകൾ ഉണ്ടാവുക? പക്ഷി വേടനോട് ചോദിച്ചു. എത്ര അറിവ് ലഭിച്ചാലും അത് ഉൾക്കൊള്ളാനും ഉപയോഗപ്പെടുത്താനും വിവേകം ആവശ്യമാണ്. അത്രയും പറഞ്ഞിട്ട് പക്ഷി ദൂരേക്ക് പറന്നുപോയി. പക്ഷി നൽകിയ ഉപദേശങ്ങൾ വേടന് അപ്പോഴാണ് മനസ്സിലായത്.